സാഹസം ഏകദേശം 2.5 മണിക്കൂറുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. കാരണം ഈ സിനിമ പക്ക എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു നമുക്ക് ബോറടിക്കില്ല, ഒരു ലാഗൊന്നും ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് സമയം ഒരുപാടായി എന്നൊരു ഫീൽ നമുക്ക് വരും. ഈ ഒരു പ്രശ്നം മാത്രമല്ല, പിന്നെ ഒരു ലോഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല, കാരണം സിമ്പിൾ സ്റ്റോറിയാണ്. എല്ലാവരും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ഇതിൽ നരേനുണ്ട്, റംസാൻ മുഹമ്മദ് ഉണ്ട്, ബാബു ആൻ്റണി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബൈജു, ജീവൻ ജോസഫ്, അഭിമന്യു, ഷമ്മി തിലകൻ, നമ്മളെ മാർക്കോയിലുള്ള വില്ലൻ. പുള്ളിക്ക് ചെറിയ റോളേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല, പക്ഷേ പുള്ളി ഒന്ന് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് പെർഫോമൻസ് ചെയ്യാൻ ലെവലിലുള്ള റോളൊന്നുമില്ല. പിന്നെ റീൽസ് ചെയ്യണ ഒരു ടീം ഉണ്ടായിരുന്നു, അവരുടെ പേരെനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഇഷ്ടം പോലെ ഒരു ലോഡ് ആർട്ടിസ്റ്റ്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും മ്യൂസിക്കും എല്ലാം അടിപൊളിയാണ്, കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്യാമറ വർക്കാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. ആകെപ്പാടുള്ള പ്രശ്നം ഇതിൻ്റെ ലെങ്ത്. കാരണം ഇതൊരു 2 മണിക്കൂർ കൊണ്ട് തീർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നതിനെ നമുക്ക് തോന്നും. നമുക്ക് ഒരു ബോറടി ഫീൽ ചെയ്യില്ല. പക്ഷേ സമയം കൂടിപ്പോയി, ലെങ്ത് ഇച്ചിരി കൂടുതലാണ് എന്നൊരു ഫീൽ നമുക്ക് ഉറപ്പായിട്ട് വരും. എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്ത്. പിന്നെ എല്ലാം എടുത്തു പറയാൻ വേണ്ടി മാരക പെർഫോമൻസ് ഒന്നും ആരുമില്ല. നരേനാണെങ്കിലും ബാക്കി അഭിനയിച്ചിരിക്കുന്ന ആരാണെങ്കിലും അവർക്ക് കൊടുത്തിരിക്കുന്ന റോളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരും വെറുപ്പിച്ചിട്ടോ ക്രിഞ്ചോ ഒന്നുമില്ല. പിന്നെ ഇത് എല്ലാ ഓഡിയൻസിനും കാണാൻ കേട്ടാ, എല്ലാവരും കാണാം. തിയേറ്ററിൽ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. ഭയങ്കര ബ്രഹ്മാണ്ടമൊന്നുമല്ല. കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ആർട്ടിസ്റ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പേഴ്സണലി വിചാരിക്കണമായിരുന്നു വലിയ സ്റ്റോറി ഒന്നുമില്ല, കോമഡി സിനിമയാണെന്നറിയാം. നമ്മളെ പ്രതീക്ഷ കാണുമല്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ ഒരു പ്രതീക്ഷ നിലനിർത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്. എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഓക്കെ.